കേരളം നേരിടുന്ന മഹാവിപത്താണ് മദ്യവും മയക്കുമരുന്നും. ഇന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, അക്രമം പെരുകുന്നു, സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു, സമാധാനപരമായ അന്തരീക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടുകൂടി സത്യസന്ധമായി വിലയിരുത്തേണ്ട സന്ദർഭമാണിത്. യാതൊരു സംശയവുമില്ല, മദ്യത്തിൻ്റെ വ്യാപനം, മയക്കുമരുന്നിൻ്റെ വ്യാപനം എല്ലാ അർത്ഥത്തിലും ഇത്രമാത്രം ഗുരുതരമായി വന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സർക്കാരിൻ്റേതായ ഉത്തരവാദിത്വം നിറവേറ്റണം. സർക്കാർ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ സർക്കാർ ചെയ്യേണ്ടതായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, വളരെ ദ്രോഹകരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ തിരുത്തണം, സർക്കാരിൻ്റെ മദ്യനയം പിൻവലിക്കണം, ഇപ്പോൾ നടപ്പാക്കി വരുന്ന തെറ്റായ നയങ്ങൾ പിൻവലിക്കണം. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് വ്യാപിക്കുന്ന സാഹചര്യത്തെ തടയിടാൻ സർക്കാരിന് കഴിയുന്നില്ല. ഒരു ഭാഗത്ത് മദ്യം, മറുഭാഗത്ത് മയക്കുമരുന്ന്, ഇതെല്ലാം കൂടി കേരളീയ സമൂഹത്തെ ആകെ തകർത്തിരിക്കുകയാണ്. യുവസമൂഹം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാകണം. സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിച്ച് സർക്കാരിനെ കൊണ്ട് കൃത്യമായ നടപടി ഒരു ഭാഗത്ത് സ്വീകരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം മദ്യവിപത്തിനെക്കുറിച്ച്, മയക്കുമരുന്ന് വിപത്തിനെക്കുറിച്ച്, ഡ്രഗ്സ് വരുത്തുന്ന കെടുതികളെക്കുറിച്ച് എല്ലാം വ്യാപകമായ അതിനെല്ലാം എതിരായി ശക്തമായ വികാരം വളർത്തിയെടുക്കാനും അതിൽ നിന്നും കേരളത്തെ, തലമുറകളെ രക്ഷിക്കാനും വേണ്ടി മാധ്യമ സമൂഹം സജീവമായി രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ റിപ്പോർട്ടർ നടത്തുന്ന പരിശ്രമങ്ങളെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. ആ ശ്രമങ്ങൾ തെല്ലെങ്കിലും കേരളീയ സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.